ഹലോ ഗായ്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ആത്തിക്ക. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ ആത്തിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്കിത് നല്ല പഴുത്തൊരു ആത്തിക്ക കിട്ടിയിട്ടുണ്ടേ. നമ്മളിത് വെച്ചിട്ട് ഷാർജ ഷേക്ക് മാറി നിൽക്കുന്ന രീതിയിൽ ഒരു അടിപൊളി ടേസ്റ്റി ഷേക്കാണ് ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് കൂട്ട് ഈ ആത്തിച്ചക്ക പൊളിച്ചെടുക്കാം. എന്നിട്ട് അതിനുള്ളിലെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ കുരുവിന് ചുറ്റുമുള്ള ഭാഗമാണ് നമുക്കിവിടെ ആവശ്യം. അത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേ കൂട്ട് കോരി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലത്തെ പാത്രം എല്ലാവരുടെയും വീട്ടിൽ സാധാരണയായിട്ട് കാണുന്നതാണ്. ഇനി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ കൂട്ടത്തെ 2 പാത്രം ആവശ്യമാണ്. വേറെ ഒന്നിനല്ല, ആ കുരു അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ചൂടുവെള്ളം എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ഇതിന് നല്ല അത്യാവശ്യം കുറച്ച് കട്ടിയാണ്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് കൂട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോടെ ചേർത്തെടുക്കണം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി, പഞ്ചസാര, പാല്, ബൂസ്റ്റ്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ സംഭവം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ പുറത്തും കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.